എൻ്റെ ഞങ്ങൾ യൂണിയനിൽ ചേർന്നൊന്നുമല്ല, ഇത് റീയൂണിയനാണ്. പണ്ട് സ്കൂളിൽ പഠിച്ച പിള്ളേരൊക്കെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും സ്കൂളിൽ ഒത്തുചേരാണ്. അതാണ് സംഭവം. അത് കൊള്ളാലോ മത്തേട്ടാ. നിങ്ങളിപ്പോ അതിന് പോവാണോ? ഇതൊക്കെ ഒരു രസമല്ലേ? അല്ല, നിങ്ങൾക്ക് എന്താ പരിപാടി? ഞങ്ങള് വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പണ്ട് പരിപാടി. അല്ല, നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കൂടിക്കൂടെ? ഇത് കൊള്ളാലോ. നമുക്കൊന്ന് നോക്കിയാലോ. അതിന് സ്കൂളിൽ പോണോട്ടാ. വേണ്ടട്ടാ, വേണ്ട വേണ്ട. ഞങ്ങളേ പഴയ 10ാം ക്ലാസ്സും ഗുസ്തിയാ. ആഹാ, അത് കൊള്ളാലോ. നമുക്കിത് കൂടിയല്ലോ ചേട്ടാ. എടാ വാസു, നമുക്ക് പിള്ളേര് പറഞ്ഞ പോലെ അവിടെ കൂടിയാലോ? ഒക്കെ പഴയ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടേ. നല്ല കാര്യമാണ്. ആ പഴയ ഉടഞ്ഞു പോയ വിഗ്രഹങ്ങളൊക്കെ ഒന്ന് വാർത്തെടുക്കാലോ. സാറേ, എന്ത് യൂണിഫോം ഒന്നുമില്ലല്ലോ? ഞാനേ ശബരിമലയ്ക്ക് താടി ഇപ്പഴല്ലേ മനസ്സിലാവണേ പോലീസുകാരന്റെ ഗ്ലാമർ. റീയൂണിയനാണോ? സംഭവമൊക്കെ നല്ലതാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്റ്റേഷനിൽ വരുന്ന പല കേസുകളുടെയും തുടക്കം ഈ റീയൂണിയനുകളിൽ നിന്നാണ്. അതെന്താ സാറേ പ്രശ്നം? കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുമ്പോഴേ പറയാനായിട്ട് കുറെ ഉണ്ടാവും എല്ലാവർക്കും. ഈ റീയൂണിയന്റെ ആ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീരില്ല. പിന്നെ വാട്സപ്പിൽ മെസ്സേജായി, കോളുകളായി, പിന്നെ അങ്ങനെ പിന്നെ അന്ന് പറയാനായിട്ട് പേടിണ്ടാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിപ്പോൾ പറയാനായിട്ട് ഭയങ്കര ധൈര്യമായിരിക്കേ. ആ ധൈര്യത്തിൽ അങ്ങോട്ട് പറയുകയും ചെയ്യും. മധുസേന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ ഇപ്പൊ ചേച്ചിന്ന് നല്ല കിട്ടാറുണ്ടോ? ഇന്നൊന്നും ഒന്നും കിട്ടിയില്ല. അപ്പം മിനിഞ്ഞാന്ന് കിട്ടിയ? മിനിഞ്ഞാന്ന് പറഞ്ഞ അതെന്തൊരു സംഭവം? അതെ, ഒരു കോള് വന്നു. ആരുടെ കോളടാ? നമ്മളുടെ ആ മങ്കയില്ലേ, മങ്ക. ചേട്ടന്മാരെ ആൾക്കാര് കൊള്ളാലാ. അതല്ല, ചേട്ടൻ ചേച്ചിയുടെ നിടി കിട്ടിയത് എന്തായി പറഞ്ഞില്ലേ? അതെ, ആ മങ്ക കുറച്ചു നേരം വിളിച്ച് സംസാരിച്ചു. കുറച്ചു നേരം സംസാരിച്ചു. ചേച്ചി വിളിച്ച് തല്ല. കുറച്ചെന്ന് പറഞ്ഞ ഒരു ഒന്നര മിനിറ്റ് സംസാരിച്ചു. 1.5 മണിക്കൂർ. അതെ, ഈ അടി നിനക്ക് കിട്ടേണ്ടതാ. നിന്റെ നമ്പർ ചോദിച്ചിട്ടാണ് അവള് വിളിച്ചേ. എങ്ങനെ കൊടുക്കണേ? ഇത് വർത്താനം പറഞ്ഞ് ഒരുപാട് പറയാനുണ്ടായി. നിനക്ക് കിട്ടി. അപ്പൊ ഈ റീയൂണിയൻ റിസ്ക് പിടിച്ച പരിപാടിയാണല്ലേ? റിസ്ക് ഒന്നുമില്ല. പണ്ട് സ്കൂളിൽ പഠിച്ചതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ ഈ റീയൂണിയനിലൊക്കെ വെച്ചിട്ട് ആൾക്കാർ നേരിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നത്തെ ആ 10ാം ക്ലാസ്സുകാരനോ ആ കോളേജ് കുമാരനോ ഒന്നും അല്ല നമ്മളെന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടായാൽ മതി. നമുക്ക് ഇന്ന് ചിലപ്പോൾ കുടുംബം ഉണ്ടാവും, കുട്ടികളുണ്ടാവും. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ല.